അടുത്തത് നമ്മൾ ഈ പ്രോഗ്രാമാണ് ഫ്രം എനി ബേസ് ടു ഡെസിമൽ കൺവേർഷൻ. അപ്പോൾ ഒരു നമ്പർ ഏതൊരു ബേസിലുള്ളതായാലും അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻപുട്ടായിട്ട് നമ്മൾക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഏതാണോ നമ്പർ, അതിൻ്റെ ബേസ് ഏതാണെന്നുള്ളത്. ഇത് രണ്ടും കിട്ടിയാൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്താ കിട്ടുക? ആ 10th ബേസ് ആയിട്ടുള്ളൊരു നമ്പർ ആയിരിക്കും. സപ്പോസ് നമ്മൾ കൊടുക്കുന്ന നമ്പർ 101 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 എന്ന് ഔട്ട്പുട്ട് കിട്ടണം. അതേപോലെ തന്നെ 1A എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ 16 ആണ് ബേസ് എന്നുണ്ടെങ്കിൽ 1A ആണെന്നുണ്ടെങ്കിൽ എന്താ വരിക? A 10 16 26 എന്നുള്ളത് ഔട്ട്പുട്ട് കിട്ടണം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ 17 8 ആണെന്നുണ്ടെങ്കിൽ 7 + 8 15 അല്ലേ, 15 എന്ന ഔട്ട്പുട്ട് കിട്ടണം. ഒന്നും വേണ്ട 14 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 14 ബേസ് 5 ആയിട്ടുള്ള 14 ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് 4 + 5 9 എന്നുള്ളത് ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ലോജിക്ക്? ഇപ്പോൾ 101 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്? 1 × 2⁻0 + 0 × 2⁻1 + 1 × 2⁻2. 1A ആണെന്നുണ്ടെങ്കിൽ ഇതെന്താ വരുന്നത്? A × 16⁻0 + 1 × എന്താണ് 16⁻1 അല്ലേ? ബേസ് ഏതാണോ അതിൻ്റെ പവറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ, ഓരോ നമ്പറും. ഇപ്പോൾ 17 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1 × 8⁻1 + 7 × 8⁻0. ഇങ്ങനെയാണ് ഇതിൻ്റെ കൺവേർഷൻ നടക്കുന്നത്. അപ്പോൾ ഈ കൺവേർഷൻ നമുക്ക് നമ്പർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി കാൽക്കുലേറ്റ്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഇവിടെ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്യുന്നത് സ്ട്രിങ് ആയിട്ടാണ്. ഇപ്പോൾ 101 നമ്മൾ ഇൻപുട്ട് ചോദിക്കണം. അപ്പോൾ ക്യാരക്ടറായിട്ടായിരിക്കും 101 എന്ന്, ഇതൊക്കെ ഓരോ ക്യാരക്ടറായിട്ടായിരിക്കും നമ്മളിപ്പോൾ നമ്മുടെ ഇൻപുട്ടിൽ സ്റ്റോർ ചെയ്യുക. അതായത് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ സ്റ്റോർ ചെയ്യുക ഒരു സ്ട്രിങ്ങിലായിരിക്കും സ്റ്റോർ ചെയ്യേണ്ടത്. സ്ട്രിങ് അറേ സപ്പോസ് നമ്മൾ സ്ട്രിങ്ങിലെ ക്യാരക്ടർ അറേ നം ഓഫ് 100 എന്ന് പറയുന്നതിൽ, അപ്പോൾ ഈ നം എന്ന് പറയുന്ന അരയിൽ ഇത് സ്റ്റോർ ചെയ്യുക. ഈ 101 സ്റ്റോർ ചെയ്യുക ക്യാരക്ടേഴ്സ് ആയിട്ടായിരിക്കും. 101 ദെൻ നമ്മുടെ എൻഡ് ഓഫ് സ്ട്രിങ് /0 ഇങ്ങനെയായിരിക്കും ഇത് സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ 1A ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും 1A /0. ഇങ്ങനെയായിരിക്കും ഇത് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ കൺസോളിൽ നിന്ന് റീഡ് ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ നമ്മളത് സ്ട്രിങ് ആയിട്ടാണ് നമ്മളത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓരോന്നായിട്ട് നമുക്കത് എന്ത് ചെയ്യണം? നമുക്കത് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ഇത് ക്യാരക്ടർ 1നെ നമുക്ക് ഇൻറ്റിജർ 1ലോട്ട് കൺവേർട്ട് ചെയ്യണം. ക്യാരക്ടർ 0യെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഇൻറ്റിജർ 0ലോട്ട് കൺവേർട്ട് ചെയ്യണം. ക്യാരക്ടർ 1നെ അതേപോലെ തന്നെ ക്യാരക്ടർ Aനെ നമുക്ക് 10ലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഒരു കൺവേർഷൻ്റെ ഇത് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾ ഇവിടെയാണ് നമുക്ക് ആസ്കിനെ കുറിച്ചിട്ടൊരു ധാരണ വേണം. ഇവിടെ നോക്കുക, സീറോൻ്റെ ക്യാരക്ടർ 0ൻ്റെ ആസ്കി വാല്യൂ 48 ആണ് അല്ലേ? അതേപോലെ ക്യാരക്ടർ 1ൻ്റെ 49 ആണ്. അപ്പോൾ നമുക്ക് ഈ ക്യാരക്ടർ 1നെ 1 ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ക്യാരക്ടർ 0 ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആക്ച്വലി ഇത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെയല്ല, 48 എന്ന് പറഞ്ഞ ആസ്കി വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്.
അതേപോലെ ക്യാരക്ടർ 1ന് പകരം 49 എന്ന് പറയുന്ന ആസ്കി വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ 1നെ ക്യാരക്ടർ 1നെ ഇൻറ്റിജർ 1ലോട്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ക്യാരക്ടർ 1 മൈനസ് ക്യാരക്ടർ 0 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 1ന് പകരം 49 എന്നും 49 ആക്ച്വലി ഇവിടെ നടക്കുന്നത് എന്തായിരിക്കും? 49 മൈനസ് 48 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് റിട്ടേൺ ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് 9ൻ്റെ ഇതെന്താ വരുന്നത്? 57 എന്നുള്ളതാണ്. അപ്പോൾ ഈ 57 അതായത് നമുക്ക് ക്യാരക്ടർ 9 മൈനസ് ക്യാരക്ടർ 0 എന്ന് കൊടുത്താൽ നമുക്ക് എന്താ സംഭവിക്കുക? 57 മൈനസ് 48 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 എന്ന് നമുക്കിത് റിട്ടേൺ ചെയ്യും. പിടി കിട്ടുന്നുണ്ടോ? എങ്ങനെയാണ് ആ കൺവേർഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്? അതായത് ക്യാരക്ടർ ഇപ്പോൾ ഏതൊരു വാല്യൂ 1 to 9 വരെയുള്ള ക്യാരക്ടറിൽ നിന്ന് ക്യാരക്ടറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ 0ൻ്റെ ആസ്കി വാല്യൂ കുറച്ചാൽ അതിൻ്റെ എക്സാക്റ്റ് ഇൻറ്റിജർ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് അതൊന്ന് 9 വരെയല്ല 0 to 9 വരെയുള്ള കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിൽ നിന്ന് ക്യാരക്ടർ 0 കുറച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ എന്ത് കിട്ടും? ഇൻറ്റിജർ ഇക്വാലൻ്റ് നമുക്ക് കിട്ടും. എന്നാൽ മറ്റേ നമ്മൾ ABCD കേസാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹെക്സാഡെസിമലൊക്കെ ആണെന്നുണ്ടെങ്കിൽ A എന്ന് പറയുന്നൊരു ക്യാരക്ടർ വരും. ആ ക്യാരക്ടറിനെ നമുക്ക് എന്താക്കി മാറ്റണം? കൺവേർട്ട് ചെയ്യണം. 10 എന്നുള്ളതിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണ് 10 എന്നുള്ളതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം? ഇൻറ്റിജർ 10 ആക്കുന്നത് എങ്ങനെയാണത്? അത് നോക്കാം. ഇപ്പോൾ എഫിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? 15 എന്നുള്ളത് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ ചെയ്യേണ്ടത് എഫിൽ നിന്ന് നമുക്ക് എയുടെ ഇത് കുറയ്ക്കുക പ്ലസ് ഒരു 10 ആഡ് ചെയ്യുക. എന്താ ഇവിടെ സംഭവിക്കുക? എഫ് ആണെന്നുണ്ടെങ്കിൽ എഫിൻ്റെ വരുന്നത് 70 ആണല്ലേ. അപ്പോൾ 70 മൈനസ് ക്യാരക്ടർ എൻ്റെ എന്താ വരുന്നത്? 65 പ്ലസ് 10 എന്താ സംഭവിക്കുക? നമുക്ക് എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. അതേപോലെ തന്നെ 69 എൻ്റെ ഒക്കെ കാര്യം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വെറും എ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? എയിൽ നിന്ന് ക്യാരക്ടർ എ മൈനസ് ക്യാരക്ടർ എ പ്ലസ് 10 ഇത് നമുക്ക് കിട്ടും. തീർച്ചയായും നമുക്കിത് 10 എന്ന് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ കുറയ്ക്കേണ്ടത് എന്താണ്? എൻ്റെ ആസ്കി വാല്യൂ ആണ് ഇതൊന്ന് കുറയ്ക്കേണ്ടത്. എന്നിട്ട് 10 അതിനോട് കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 2 കേസാണുള്ളത്. 0 to 9 വരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 0 കുറയ്ക്കുകയും ആസ്കി വാല്യൂ 0യുടെ ആസ്കി വാല്യൂ കുറയ്ക്കുകയും A to F വരെയുള്ളത് കേസാണെന്നുണ്ടെങ്കിൽ അതർവൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൽ നിന്ന് എയുടെ ക്യാരക്ടർ വാല്യൂ കുറച്ചിട്ട് ഒരു 10 ആഡ് ചെയ്യുകയും ചെയ്താൽ നമുക്കതിൻ്റെ എക്സാക്റ്റ് ഇൻറ്റിജർ വാല്യൂ നമുക്ക് കിട്ടും. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കോട്ട് ഞാനിപ്പോൾ ഈ ചെയ്യാൻ പോകുന്നത് ഒരു ഫംഗ്ഷനാണ്. നിങ്ങൾ ഫംഗ്ഷൻ പഠിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫംഗ്ഷൻ എഴുതാൻ പോവുകയാണ്. ഈ കൺവേർഷന് വേണ്ടിയിട്ടൊരു കൺവേർഷൻ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ char to int ഇതാണ് എൻ്റെ ഫംഗ്ഷൻ. ഇതിലേക്ക് ഇൻപുട്ടായിട്ട് പോകുന്നത് ഒരു ക്യാരക്ടറാണ് പോകുന്നത്. ക്യാരക്ടറായിട്ട് ഇൻപുട്ട് പോവും. ഔട്ട്പുട്ടായിട്ട് വരുന്നത് എന്താണ്? ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് ഇതിലേക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ക്യാരക്ടർ എ എന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരേണ്ടത് എന്താണ്? 10 എന്ന് ഔട്ട്പുട്ട് വരണം. അതേപോലെ ക്യാരക്ടർ 1 പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരണം? ഇൻറ്റിജർ 1 ഔട്ട്പുട്ടായിട്ട് കിട്ടണം. അപ്പോൾ ഇതാണ് എൻ്റെ പ്രോഗ്രാമല്ല എൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഞാനിവിടെ അത് എഴുതാം. അപ്പോൾ ആദ്യം നമുക്ക് ക്യാരക്ടർ ടു ഇൻറ്റ് എന്ന് പറയുന്നതിൽ അതിലേക്ക് ഇൻപുട്ടായിട്ട് പോകുന്നത് എന്താണ്? ഒരു ഇൻറ്റിജർ ക്യാരക്ടർ വാല്യൂ ആണ്. ഒരു ക്യാരക്ടർ സി ആണ്. എനിക്കതിലേക്ക് ഞാൻ അതിനൊരു പേര് കൊടുക്കുകയാണ്. ഇൻപുട്ടിൻ്റെ ഒരു പേര് കൊടുക്കുകയാണ്. സി എന്നാണ് എൻ്റെ ഇൻപുട്ടിൻ്റെ പേര്. അതേപോലെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് എനിക്കൊരു ഇൻറ്റിജർ വാല്യൂ ആണ്. സോ ആ ടൈപ്പ് അവിടെ ഞാൻ കൊടുക്കുകയാണ്. ഇനിയാണ് നിങ്ങൾ ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ 0 to 9 വരെയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും, അതേപോലെ അതർവൈസ് ആണെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിലുമാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ചെക്ക് ചെയ്യാണ്
ഇഫ് ക്യാരക്ടർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിലും ആൻഡ് ക്യാരക്ടർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? റിട്ടേൺ, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, എന്താണ് ആ ക്യാരക്ടറിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? 0യുടെ ആസ്കി വാല്യൂ കുറച്ചാൽ അതിൻ്റെ കറക്റ്റ് ഇൻറ്റിജർ വാല്യൂ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് ഇൻറ്റിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളാണ് റിട്ടേൺ ചെയ്യുന്നത്. അതിനിങ്ങനെ കൊടുക്കുക. ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ, ഇവിടെ സ്പേസ് ഉണ്ട്, ഒരുമിച്ചല്ല, റിട്ടേൺ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്? റിട്ടേൺ ചെയ്യേണ്ടത് സി മൈനസ്, അതിന് ക്യാരക്ടർ എയുടെ ആസ്കി വാല്യൂ കുറച്ചിട്ട് 10 ആഡ് ചെയ്യുക, അതിനെന്നിട്ട് നേരെ ഇൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് ആ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫങ്ഷൻ, അതായത് ക്യാരക്ടറിൽ നിന്ന് ഇൻറ്റിലോട്ട് ഇതാക്കാനുള്ള ഫങ്ഷൻ. സോ നമ്മളൊരു ഫങ്ഷൻ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ എഴുതാൻ പോകുന്ന മെയിൻ ഫങ്ഷനാണ്. അടുത്തത് മെയിൻ ഫങ്ഷൻ ഒന്ന് എഴുതി നോക്കാം. ഒരു ഫങ്ഷനും കൂടെ ഉണ്ട്. ജസ്റ്റ് ഞാനിവിടെ ഒരു ക്യാരക്ടർ അറേ, ക്യാരക്ടർ നമ്പർ ഓഫ് 100, ദെൻ ഇൻറ്റ് ബേസ്, ഇൻപുട്ടായിട്ട് വേണമല്ലോ, എന്നിട്ട് അത് സ്കാൻ ചെയ്യാണ്. സ്കാന് ബേസ് എന്താണെന്ന് വെച്ചാൽ %d ആംപർസെൻറ്റ് ബേസ്, ദെൻ ഗെറ്റസ് എങ്ങനെയാണ് നമ്പർ, ഇങ്ങനെ തന്നെ അല്ല, ഇതിൻ്റെ സിൻടാക്സ് ഇങ്ങനെ തന്നെ അല്ല, ഐ ഫോർഗോട്ട്. നിങ്ങളത് കറക്റ്റ് ചെയ്യുക കേട്ടോ. എങ്ങനെയാണ് ക്യാരക്ടർ റീഡ് ചെയ്യുന്നത് വെച്ചാൽ അത് കറക്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, നമുക്ക് ബേസ് കിട്ടി, നമ്പർ കിട്ടി, ദെൻ നമ്മളതിനെ കൺവേർട്ട് ചെയ്യണം. ജസ്റ്റ് ഞാനൊരു ഫങ്ഷൻ ഉണ്ട്, ടു ഡെസിമൽ എന്ന് പറയുന്നൊരു ഫങ്ഷൻ, ഉണ്ട്. അതിലേക്ക് ഞാൻ പാസ് ചെയ്യുന്നത് നമ്മുടെ നമ്പറുമാണ്, നമ്മുടെ അറേ, നമ്മുടെ മൊത്തം സ്ട്രിങ് അറേസ് ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ നമ്പർ അറേ ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. ദെൻ ഞാൻ പാസ് ചെയ്യുന്നത് നമ്മുടെ ബേസും പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? ഒരു വാല്യൂ ഇവിടെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ആ വാല്യൂ ആണ് ഒരു വാല്യൂ, വാല്യൂ ഈക്വൽ ടു, അത് ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. വി ആർ ഗോയിങ് ടു പ്രിൻറ്റ് വാല്യൂ, നമ്മുടെ ഡെസിമൽ വാല്യൂ ആണത്, അത് പ്രിൻ്റ് ചെയ്തിരിക്കണം. അത് ഇത്രയാണ് നമ്മുടെ മെയിൻ ഫങ്ഷനിലുള്ളൂ. ഇനി നമ്മൾ എഴുതാൻ പോകേണ്ടത് ഇഫ് ടു ഡെസിമൽ എന്ന് പറയുന്ന ഈ ഒരു ഫങ്ഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അരയും നമ്പർ സ്ട്രിങ്ങും, നമ്മൾ ഇൻപുട്ട് സ്ട്രിങ്ങും ബേസും നമ്മൾ ഈ ഫങ്ഷനിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് ഡെസിമൽ വാല്യൂ ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ടു ഡെസിമൽ എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ, ഇതിലോട്ട് ഇൻപുട്ടായിട്ട് പോകുന്നത് ഒരു സ്ട്രിങ്ങും അതിൻ്റെ അല്ലെങ്കിൽ നമ്പറും അതിൻ്റെ ബേസും എത്രയാണെന്നുള്ളതുണ്ട്. തിരിച്ച് ഔട്ട്പുട്ടായിട്ട് വരുന്നത് എന്താണ്? അതിൻ്റെ ഡെസിമൽ വാല്യൂ.
ഡെസിമൽ വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാൻ നോക്കാം. നമുക്ക് അത് ടു ഡെസിമൽ എന്ന് പറയുന്ന ഫങ്ഷൻ അതിലോട്ട് എന്താ പോകുന്നത്, നമ്മളൊരു ആക്ച്വലി ഇവിടെ പോകുന്നത് ഒരു ഇതല്ലേ, അരയല്ലേ. അപ്പം അര ക്യാരക്ടർ സ്റ്റാർ, ഞാനൊരു പേര് കൊടുക്കുകയാണ്, അരയ്ക്കൊരു തൽക്കാലം ഒരു പേര് കൊടുക്കുകയാണ് str എന്നുള്ളതും, പിന്നെ ഒരു ഇൻറ്റ് ബി എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. ഇവിടെ എൻ്റെ സ്ട്രിങ്ങിൻ്റെ പേര് str എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ആ ബേസിന് ബി എന്ന് വിളിക്കുകയാണ്, ഇൻപുട്ട് പോകുന്ന ഒരു ഇതിന്. പിന്നെ അത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. എല്ലാവരും ഈ ഫങ്ഷൻ എഴുതി നന്നായിട്ട് പഠിക്കണം. ഇവിടെ ക്യാരക്ടർ സ്റ്റാർ str കൊടുക്കാൻ കാരണം എന്താണ്, ഇവിടെ എന്താണ് പോയിൻ്റർ വരാൻ കാരണം. ഞാൻ പറഞ്ഞു അരേ പാസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തേ പാസ് ചെയ്യുള്ളൂ, അഡ്രസ്സ്, അതിൻ്റെ അരേൻ്റെ ബേസ് അഡ്രസ്സ് മാത്രമേ പാസ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മളൊരു പോയിൻ്റർ ഇവിടെ കൊടുക്കാൻ കാരണം. ഇവിടെ വാല്യൂ, ഇവിടെ കറക്റ്റ് ആ വാല്യൂ ആണ്, ബേസ് എന്താണോ വാല്യൂ അതാണ് പാസ് ചെയ്യുന്നത് ഇതിലോട്ട്. ഇവിടെ അരേൻ്റെ, നമ്മൾ വലിയൊരു അരയായിരിക്കില്ലേ, അരേ പാസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ആ അരേൻ്റെ സ്റ്റോർ ചെയ്ത ലൊക്കേഷൻ്റെ അഡ്രസ്സ് മാത്രമാണ് പാസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാർ എന്ന് നമ്മളിവിടെ കൊടുക്കാൻ കാരണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ആദ്യം ഈ ഒരു ഇപ്പോൾ നമ്മൾ അരേ 101 എന്നുണ്ട്, അതിലതിൻ്റെ എന്തുണ്ട്, നമ്മുടെ എത്രയാണ് 0 1 2 ഇങ്ങനെയാണല്ലേ, ഇൻഡെക്സ് 3 ഇങ്ങനെയാണ് വരുന്നത്. സോ നമുക്ക് ആദ്യം ഇതിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് അറിയണം അല്ലേ, അതിനനുസരിച്ചാണ് നമുക്ക് ആ കാൽക്കുലേഷൻ നടത്തുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇതിൻ്റെ ലെങ്ത്ത് കാണേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യണം, നമുക്കൊരു സ്ട്രിങ് ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ strൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, പവർ. അതായത് നമ്മളിപ്പോൾ ഇത് ചെയ്യേണ്ടത് 1 ഇൻറ്റു ബേസ് ഇപ്പോൾ ഇവിടെ 2 ആയതുകൊണ്ട് 2⁻0 പ്ലസ് 0 ഇൻറ്റു 2⁻1 പ്ലസ് 1 ഇൻറ്റു 2⁻2 എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഈ പവർ, ഇതിനെ നമ്മൾ വിളിക്കുന്നത്, ഇതിനെ ജസ്റ്റ് ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം നമുക്ക്. ഈ 1 2 4 ഈ വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഇതും കിട്ടണം. അതായത് ആദ്യത്തേത് ഏതാണ്, ഈ വാല്യൂ ആണ് അല്ലേ. ആദ്യം ആഡ് ചെയ്യേണ്ടത് ഇതാണ്, പിന്നെ ഇതെടുത്തിട്ട് പിന്നെ ഇതെടുത്തിട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ മാക്സിമത്തിൽ നിന്നാണ്, ഇങ്ങനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് തുടങ്ങുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടല്ല, ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നത്. ജസ്റ്റ് നമുക്ക് അപ്പോൾ അതിനെ അവിടെയൊക്കെ കൊടുക്കുക ഇൻ്റെലാണ്. പിന്നെ നമുക്കൊരു പവർ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്, പവർ. അപ്പോൾ ഈ പവറിന് നമ്മൾ ജസ്റ്റ് ഇവിടെ ഫസ്റ്റിന് പവർ വരുന്നത് ഇവിടെ ഇൻറ്റ് ചെയ്യേണ്ട വാല്യൂ 1 ആണ്. സോ നമുക്കത് 1 കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ഫോർ ലൂപ്പിൽ നമ്മൾ കൊടുക്കണം. നമ്മൾ ഇതിലൂടെ ട്രാവേഴ്സ് ചെയ്യാൻ പോവാണ്, നമ്മുടെ അരയിലൂടെ ട്രാവേഴ്സ് ചെയ്യാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫോർ എന്താണ് i = ഇപ്പോൾ ലെങ്ത്ത് ഇതിൻ്റെ ഇപ്പോൾ ലെങ്ത്ത് 3 എന്നായിരിക്കും റിട്ടേൺ ചെയ്തിട്ടുണ്ടായി. ഈ അരേൻ്റെ ലെങ്ത്ത് 3 എന്നായിരിക്കും റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരിക്കുക. ജസ്റ്റ് ഇതൊന്ന് കുറച്ച് ക്ലിയർ ചെയ്യട്ടെ.
നമ്മുടെ ആണ് നമ്മുടെ array 1 0 1. അപ്പോൾ ഇത് ഇൻഡെക്സ് 0 1 2. പക്ഷെ ഇവിടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന 0 ആണെങ്കിലും ഇവിടെ ലെങ്ത്ത് ഇപ്പോൾ ഇവിടെ ഇതിലുണ്ടായിരിക്കുക, ലെങ്ത്ത് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരിക്കുക, ലെന്നിൽ ഇപ്പോൾ എന്താ ഉണ്ടായിരിക്കുക 3 എന്നായിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ പ്രോസസ്സിങ് നടത്തുന്നത് ഇവിടുന്ന് തൊട്ടിട്ടാണ്, ഇങ്ങോട്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ 2ൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് 4i = len -1 തൊട്ടിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. 2 തൊട്ടിട്ടാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. ഇനി നമ്മൾ ചെക്ക് ചെയ്യണം i > 0, then i -. നമ്മൾ 2 മുതൽ 0 വരെ ചെയ്യുന്നത്. അപ്പോൾ 2ൽ നിന്ന് അടുത്തത് വരേണ്ടത് 1 ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ i -, കൊടുക്കാൻ കാരണം. പിന്നെ 0 വരെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ചെക്കിംഗ് കണ്ടീഷൻ i > 0 എന്നാണ് നോക്കുന്നത്. ഇനിയാണ് നമ്മൾ എന്ത് നോക്കുന്നത്, ഇവിടെ നമുക്കിനി അടുത്തത് ചെക്ക് ചെയ്യാനുള്ളത്, നമ്മളവിടെ നമ്മളൊരു ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ, ക്യാരക്ടർ ടു ഇൻറ്റ് എന്ന് പറഞ്ഞൊരു ഇതിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം നിങ്ങളിവിടെ നോക്കുക, ഇതിൽ കിടക്കുന്നത് ശരിക്കും 1 അല്ല, ക്യാരക്ടർ 1 ആണ്. ഈ ഓരോ ക്യാരക്ടറിനെയും നമുക്ക് എന്തിലോട്ട് ചേഞ്ച് ചെയ്യണം, അതിനെ ഇൻറ്റിലോട്ട് ചേഞ്ച് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ char to int നമ്മളവിടെ എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യണം കേട്ടോ. ക്യാരക്ടർ ടു ഇൻറ്റ് ഓഫ് എന്ത് കൊടുക്കുന്നത്, നമ്മുടെ str(i), അതായത് ഇതാണ് ഇതിലേക്ക് str(i) എന്ന് പറയുമ്പോൾ str(2) എന്നാണ്. str(2) എന്ന് പറയുമ്പോൾ ഈ ക്യാരക്ടർ 1 ആണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, ഇത് ഈ ഫംഗ്ഷനിലോട്ട് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് എന്ത് റിട്ടേൺ, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഞാനൊന്ന് എഴുതാം. ജസ്റ്റ് ഞാനിവിടെ ഒരു ഇൻറ്റ് ഏതാണ് ഇപ്പോൾ ഒരു ക്യാരക്ടർ, ഇൻറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണ്. ഇൻറ്റ് ഡിജിറ്റ് = നമുക്ക് എന്ത് ചെയ്യണം, നമുക്കതിനെ ഈ ക്യാരക്ടർ 1നെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻറ്റ് 1 ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ അതിനെ നമുക്ക് നമ്മുടെ ആ ഒരു ഫംഗ്ഷനിലോട്ടൊന്ന് പാസ് ചെയ്ത് കളയാം. ക്യാരക്ടർ ടു ഇൻറ്റ് എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്. സോ നമ്മളത് char to int, അതിലോട്ട് str(i) അത് ഞാൻ പാസ് ചെയ്തു. ഓക്കെ, ഇനി അങ്ങനെ പാസ് ചെയ്തിട്ട് അപ്പോൾ അത് റിട്ടേൺ ചെയ്യും. അപ്പോൾ ക്യാരക്ടർ 1 അതിലോട്ട് പാസ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും, ഇൻറ്റ് 1 ആയിരിക്കും. അതിപ്പോൾ ഡിജിറ്റൽ ഉണ്ടായിരിക്കും. ഇനി നമുക്കത് ഒന്ന് ചെക്ക് ചെയ്യണം കറക്റ്റ്, അതായത് ഈ ഡിജിറ്റ് > ബേസ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ബേസ് അല്ല, ബി എന്നാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ. ബി ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അതെന്താ കാരണം, അപ്പോൾ ബേസ് 2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സ്ട്രിങ്ങിൽ 2 എന്നുള്ളത് ഉണ്ടായിരിക്കാൻ പാടില്ല, 2ഉം 3ഉം ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്പേഴ്സ് കറക്റ്റ് അല്ലേ കൊടുത്തിരിക്കുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ ഓക്കെ അപ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബേസിനേക്കാൾ വലുതാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്രിൻ്റ് എന്താണ്, printf it's an invalid number. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മളത് റിട്ടേൺ
നമ്മളിവിടുന്ന് റിട്ടേൺ 0, നമ്മളിവിടുന്ന് ഉടനെ തന്നെ നമ്മളിവിടുന്ന് ഈ ഫംഗ്ഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? വി ഹാവ് ടു കാൽക്കുലേറ്റ് ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കാൽക്കുലേറ്റ്. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 1 ഇൻറ്റു ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? 1 ഇൻറ്റു 2⁻0 എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു ഇൻറ്റ് ഒരു സം കൊടുക്കുന്നുണ്ട്. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഡിജിറ്റ് ഇൻറ്റു പവർ. സം ഈസ് ഈക്വൽ ടു 0 ആണ് ഇവിടെ ആദ്യം കൊടുക്കുന്നത്, ഡിജിറ്റ് ഇൻറ്റു പവർ. ഇനി നമുക്ക് ഈ പവർ അപ്ഡേറ്റ് ചെയ്യണം അല്ലേ? അടുത്ത നമ്പർ എടുക്കുമ്പോൾ ഇതിപ്പോൾ നമ്മൾ അരയിൽ 101, ഇതിപ്പോൾ ഈ നമ്പറിൻ്റെ കേസാണ് 210. നമ്മളിപ്പോൾ ഇതിൻ്റെയാണ് ഈ ചെയ്യണത്. ഇനി അടുത്തതാകുമ്പോഴേക്കിന് നമുക്ക് ഈ ഡിജിറ്റ് 0 ഇൻറ്റു 2⁻1 ആണ് നമുക്ക് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ പവറിൻ്റെ വാല്യൂ അവിടെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ പവറിനോട് കൂടി എന്ത് ആഡ് ചെയ്യണം? പവർ ഈസ് ഈക്വൽ ടു, പവറിൽ ഇപ്പോൾ 1 ആണ്, പവർ ഇൻറ്റു 2 അല്ലേ? 2 അല്ല, സോറി, ബേസ് ഏതാണോ ബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇൻറ്റു ചെയ്യണം. ഓക്കെ, സോ എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്തു. ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം റിട്ടേൺ നമ്മുടെ എന്താണോ അവസാനത്തെ സമ്മാണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ആ ഒരു 2 ഡെസിമൽ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. കുറച്ച് നിങ്ങൾ ഫംഗ്ഷനൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. ഇവിടെ കണ്ടു, മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ ആകെ ജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഈ 2 ഡെസിമൽ എന്നുള്ള വിലയ്ക്ക് നമ്പറും ബേസും പാസ് ചെയ്യുന്നു, കുറച്ച് വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ആ നമ്പറും ബേസും പാസ് ചെയ്യുമ്പോൾ ഇവിടെ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ചൊക്കെ കാണാം കേട്ടോ. പിന്നെ എന്നിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക.